ശ്രീ ഹാഷിമരിയിൽ ഇത്രയധികം വിവാദമായ ഒരു കേസാണ്. CBI അന്വേഷണത്തിന് നിലവിലെ സർക്കാർ ശുപാർശ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് അതിനെ സ്വാഗതം ചെയ്യുന്നില്ല? അതിനെ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ അവസാന മണിക്കൂറുകളിലെങ്കിലും ആ കുടുംബത്തിന് നീതി കിട്ടട്ടെ, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് ഏതെങ്കിലും രീതിയിലുള്ള സംശയമുണ്ടെങ്കിൽ ഈ വിവാദമായ കേസ് അവസാനിക്കട്ടെ, CBI അന്വേഷണം അനിവാര്യമാണെങ്കിൽ അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് വളരെ ലളിതമായി പറയാമല്ലോ. പിന്നീട് എന്തുകൊണ്ടാണ് CPM നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇതിനെ ഇങ്ങനെ എതിർത്തുകൊണ്ടേയിരിക്കുന്നത്? ഇതിന്റെ ഉദ്ദേശ ശുദ്ധിയിൽ നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം അത് ശുദ്ധമായ ഉദ്ദേശം അതിന്റെ പിറകിലില്ല. പകരം ആളുകളെ ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നുണ്ട്, ഇടതുപക്ഷത്തെ അങ്ങ് ഇല്ലായ്മ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളെ നടത്താൻ പോകുന്നു എന്നുള്ള തോന്നലുണ്ടാക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ അന്വേഷണത്തിന്റെ ഉദ്ദേശശുദ്ധിയിൽ യഥാർത്ഥത്തിൽ അത് ശുദ്ധിയുള്ളതല്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ശക്തമായിട്ടും തീർച്ചയായും എന്റെ സംശയം CBI പോലെയുള്ള കേന്ദ്ര ഏജൻസികളുടെ പല അന്വേഷണങ്ങളും നമുക്കറിയാവുന്ന കാര്യമല്ലേ. ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്നത് UDF സർക്കാരല്ലേ, കോൺഗ്രസിന്റെ. CBI എപ്പോഴാണ് അവർക്ക് ഇഷ്ടപ്പെട്ട താരങ്ങളായി മാറിയത്? എപ്പോഴാണ് CBI അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളായി മാറിയത്? ഇതുവരെ കേന്ദ്ര ഏജൻസികളെ മുഴുവനും എതിർക്കുകയും വഴിവരുകയും ചെയ്തിരിക്കുന്ന ആളുകൾ ഇപ്പോൾ CBI ആയുധമാക്കുകയാണ് ചെയ്യുന്നത്. ഇടതുപക്ഷത്തിനെതിരായിട്ട് ആയുധമാക്കി ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഭരണപരമായി ആദ്യം തന്നെ നന്നായിട്ട് സ്റ്റെപ്പ് വെക്കേണ്ടതിന് പകരം പ്രതികാര രാഷ്ട്രീയത്തിന്റെ വഴി ഇവിടെ സ്വീകരിക്കുന്നു. ആ പ്രതികാര രാഷ്ട്രീയത്തിന്റെ വഴി UDF സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തില് BJPയും, പത്മനാഭൻ സാറിനോട് തന്നെ പറയട്ടെ, BJPയും ശക്തമായ ഒരു പിന്തുണ അവർക്ക് ഈ വിഷയത്തിൽ നൽകുന്നുണ്ട്. ആ വിഷയത്തിൽ നൽകുന്നത് കൊണ്ട് തന്നെയാണ് ഈ അവിഹിത കൂട്ടുകെട്ടിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളായി മാറിയിരിക്കുന്നത്. ഒരു വശത്ത് ED നേതാക്കളെ തപ്പിപ്പിടിക്കാൻ ശ്രമിക്കുന്നു, മറുപക്ഷത്ത് CPM സഹയാത്രികരോ അല്ലെങ്കിൽ നേതാക്കളോ ആയ ആളുകളുടെ പേരിലുള്ള കേസുകൾ CBI ഏൽപ്പിക്കുന്നു. തീർച്ചയായും നമുക്ക് ഇതിലൊക്കെ വിശ്വാസയോഗ്യത ഇല്ല എന്ന് നമ്മൾ പറയുന്നത് ഒരു പോലീസ് ചീഫായിരുന്ന ഒരാള് നമ്മുടെ ഈ ചർച്ചയിലുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പല അഴിമതികളും പല തിരുപ്പുകളും നടത്താൻ ഇതിൽ കഴിയുന്ന അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ച കുറെ കാര്യങ്ങൾ എന്താ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തരികിട കളിക്കാമെന്ന് അദ്ദേഹം പറയുന്നത്, ഇൻക്വസ്റ്റിൽ തരികിട കളിക്കാമെന്ന് അദ്ദേഹം പറയുന്നത്. ആ സ്ഥാനത്തിരുന്നിട്ട് തന്റെ സേവനകാലം മുന്നോട്ട് കൊണ്ടുപോയ ഒരാൾ പോലും ഇതൊക്കെ സാധ്യമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോ അധികാരത്തിലിരിക്കുന്ന കുപ്പായമിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഊഹിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലേ? അത് തന്നെ ഇതൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഒരു വശത്ത് വരുമ്പോ ഇവര് വിശുദ്ധരാണ്, ഇവര് നേർവഴിക്ക് പോകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കോടതി വ്യവഹാരങ്ങൾ നടക്കുന്ന, കോടതി വിധി നടക്കുന്ന, കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, കോടതി തന്നെ അന്വേഷണം തൃപ്തികരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് CBI അന്വേഷണം ആവശ്യമില്ലെന്ന് പറഞ്ഞ ഒരു കേസ്, ആ കേസിലേക്ക് CBIയെ വലിച്ചു കൊണ്ടുവരുമ്പോ തീർച്ചയായും സാധാരണക്കാരെന്ന നിലക്ക് പോലും നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? അതല്ലേ നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. അത്തരത്തില് പകപോക്കൽ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയത്തെ, അധികാരത്തെ പകപോക്കലിനുള്ള ആയുധമാക്കി ഉത്തരേന്ത്യൻ ശൈലിയിൽ കൊണ്ടുപോകാനാണ് കേരളത്തിൽ ശ്രമിക്കുന്നതെങ്കിൽ ആ ശ്രമം പായ്വേരയായി മാറുമെന്ന് പറയാനേ നമുക്ക് കഴിയുള്ളൂ. ശരി ശരി ശ്രീ പത്മനാഭൻ, ഇവിടെ പതിവ് പോലെ തന്നെയാണ് കേന്ദ്ര ഏജൻസികളെ പഴി പറയുകയാണ്. അല്ല, അതെന്തറിയോ, ഒരു വല്ലാത്ത ഒരു വിഭ്രാന്തിയിലാണ് ഇപ്പൊ ഈ കേരളത്തിലെ ഇടതുപക്ഷം. കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ ഇടതുപക്ഷം. കാരണം ശക്തിയുണ്ട് എന്ന് അവകാശപ്പെട്ട എല്ലാ സ്ഥലത്തും പോയി. ആകെ ഉണ്ടായിരുന്നത് ഒരു കേരളമായിരുന്നു. ആ കേരളത്തിൽ അവര് പോലും അല്ലെങ്കിൽ അവരുടെ എതിരാളികൾ പോലും പ്രതീക്ഷിക്കാത്ത പരാജയം ഉണ്ടായി. ഇപ്പൊ പഴയ കേസ് കെട്ടുകൾ ഓരോന്നായിട്ട് പൊന്തി വരികയാണ്. അഴിമതി കേസുണ്ട്, കൊലപാതക കേസുണ്ട്, ആളുകളെ അപമാനിച്ച് ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന കേസുണ്ട്. ഇപ്പൊ ഇതൊരു വല്ലാത്തൊരു വിഭ്രാന്തിയിലാണ്. മാത്രവുമല്ല, ഒരു പഴയ പ്രതാപം തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസവും അവർക്കില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ എല്ലാവരും ഞങ്ങളെ കൊല്ലാൻ വരുന്നവരാണെന്നൊരു തോന്നലുണ്ടാവും. അത് ആളുകളെ മുഴുവൻ ശത്രുക്കളാക്കിയത് കൊണ്ടുണ്ടാവുന്ന ഒരു ഫലമാണ്. ഞാൻ ചോദിക്കട്ടെ, ആരാ മുന്തിയ CPM? ദിവ്യോ അതോ നവീൻ ബാബുവിന്റെ കുടുംബമോ? ഈ നവീൻ ബാബുവിന്റെ കുടുംബം പത്തനംതിട്ട ജില്ലയിലാണ്. ആ പത്തനംതിട്ട ജില്ലയിലെ ഞാൻ BJP പ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ആ ഫാമിലി മുഴുവൻ CPM ആണ്. ഒന്നോ രണ്ടോ ആളുകൾ BJPയുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട് എന്ന് ഒഴിച്ചു നിർത്തിയാൽ ആ ഫാമിലി മുഴുവൻ ഒരു CPM ഫാമിലിയാണ്.
നിങ്ങൾക്ക് ആരാ വലുത്? അവരോ വലുത്, ദിവ്യോ വലുത്, അതോ സത്യമാണോ വലുത്? ഞങ്ങളൊക്കെ പറയുന്നത് സത്യമാണ് വലുത്. സത്യം കണ്ടെത്തുകയാണെങ്കിൽ നല്ലതല്ലേ? അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ മാനസിക വിഭ്രാന്തിയിൽ ആയിട്ട് വരുന്നതിനൊക്കെ എതിർത്ത് വരുന്നവരെല്ലാം ഞങ്ങളെ ശരിയാക്കാൻ വരുന്നവരാണെന്നുള്ള ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഒഴിവാവുക, മാറി നിൽക്കുക. അവിടെ അന്വേഷിക്കട്ടെ. ഏതെങ്കിലും ഒരു ഏജൻസി തെറ്റായ രീതിയിൽ അന്വേഷിച്ചാൽ ഈ നാട്ടിൽ കോടതികളുണ്ടല്ലോ, അവിടെയൊക്കെ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറയാറുണ്ടല്ലോ സ്ഥിരമായിട്ട്, മടിയിൽ കനമില്ലെങ്കിൽ ഭയക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മടിയിൽ കനമൊന്നുമില്ലല്ലോ, നിങ്ങൾ ആരെ കൊന്നിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഭയക്കൊന്നും വേണ്ട. നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഈ അന്വേഷണത്തിനെ നേരിടണം എന്നാണ് പറയാനുള്ളത്. അതെ.